ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ വിവാദം കനക്കുകയാണ്. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹ ഇടപെടലുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് മലയാളത്തിന് ഇന്ന് ലഭിച്ചു. ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ 2020 ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചിരുന്നു. ശില്പങ്ങൾക്ക് മങ്ങലുണ്ടെന്നും അറ്റകുറ്റപ്പണി നടത്താം എന്നുമായിരുന്നു സ്പോൺസറുടെ വാഗ്ദാനം. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഇന്ന് ഇതിലൊന്നും വ്യക്തമായ ഉത്തരം നൽകാനായേയില്ല. തിരിമറികളെപ്പറ്റി വിശദമായ അന്വേഷണത്തിനാണ് ദേവസ്വം വിജിലൻസ് ഒരുങ്ങുന്നത്. ആദ്യം RDX ആപ്പിലേക്ക്. ന്യൂസ് മലയാളം നടത്തിയ അന്വേഷണത്തിൽ ഇന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. 2019 നവംബറിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം തിരികെ എത്തിച്ചതിന് തൊട്ടു പിന്നാലെ വീണ്ടും സ്വർണ്ണപ്പാളി തിരികെ കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചു. വെറും 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ശില്പത്തിന് മങ്ങലുണ്ടെന്നും വീണ്ടും സ്വർണം പൂശാമെന്നും കാട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ സമീപിച്ചു. എന്നാൽ ദേവസ്വം ബോർഡ് ഇത് അംഗീകരിച്ചില്ല. 3 മാസത്തിനു ശേഷം വീണ്ടും ശില്പം കടത്താൻ ശ്രമിച്ചത് സ്വർണ്ണപ്പാളികളിൽ തിരിമറി നടത്താനെന്നാണ് നിലവിലെ സംശയം. ഇക്കാര്യങ്ങളടക്കം പരിശോധിക്കാനൊരുങ്ങുകയാണ് ദേവസ്വം വിജിലൻസ്. സമഗ്രമായ കുറ്റാന്വേഷണത്തിന് പോലീസിൽ പരാതി നൽകുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ട്. സമഗ്ര അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാനാണ് ദേവസ്വം ബോർഡ് നീക്കം. നാളെ തലസ്ഥാനത്ത് അടിയന്തര ദേവസ്വം ബോർഡ് യോഗം ചേരും. 1998 വ്യവസായി വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിന്റെ കണക്ക് സംബന്ധിച്ച രേഖകൾ ദേവസ്വം മരാമത്തിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമം ദേവസ്വം വിജിലൻസ് ആരംഭിച്ചു. RDX ന്യൂസ് മലയാളം. സ്വർണ്ണപ്പാളി വിവാദം കത്തിനിൽക്കെ ഇന്ന് ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം കാരേറ്റ് പുളിമാത്തുള്ള വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത്. ആദ്യം പ്രതികരണം ആരാഞ്ഞപ്പോൾ ക്ഷോഭത്തോടെയാണ് മറുപടി പറഞ്ഞത് അയാൾ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കോടതിയിലെ ബാക്കി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പരിധിയിലുള്ളത് ഡിസ്റ്റർബ് താല്പര്യമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ അഡ്വക്കേറ്റ് മാത്രം കോടതി കൊടുത്തിട്ടുണ്ട്. മീഡിയ എടുപ്പം സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പറയും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ തെളിയിച്ച് പുറത്തു വരേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്നെങ്കിലും നിർണായകമായ ഒരു ചോദ്യത്തിന് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങൾ എന്ത്, എങ്ങനെ, എപ്പോ, എവിടെ വെച്ചായി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ കേസിന്റെ കാര്യം ഹൈക്കോടതിയിൽ ഇരിക്കുന്നതാണ്. ഹൈക്കോടതി ഇതിന് ഡോക്യുമെന്റുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യും. എൻ്റെ പക്ഷം, എൻ്റെ ഭാഗം ശരിയോ തെറ്റൊന്ന് കോടതി തീരുമാനിക്കും. വിളിച്ചാൽ ഉറപ്പായിട്ട് ഹാജരാണല്ലോ. കാര്യം അതിൽ നിന്ന് ഒളിച്ചോടാൻ വഴിയോ? ശബരിമല മാനുവൽ പാലിക്കാതെയാണ് സ്വർണം ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്ന് മുൻ പ്രസിഡന്റ് K. അനന്തഗോപന്റെ വാദങ്ങളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS. പ്രശാന്ത് ഇന്ന് തള്ളി. മാനുവൽ നമ്മൾ പ്രകാരമാണ് പോകുന്നതെങ്കിലും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അന്തിമമായ വാക്കും അനുമതിയും അവിടുത്തെ തന്ത്രിയുടേതാണ്. തന്ത്രി കൃത്യമായ ഉത്തരവുകൾ തന്ത്രി അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ പിന്നെ ഈ നമ്മളൊരു വിവാദം ഉണ്ടാക്കുന്നതിൽ പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും CBI അന്വേഷണം വേണമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് ഇന്ന് ആവശ്യപ്പെട്ടു. കേരളത്തിലെ പോലീസ് അന്വേഷണം നടത്തിയാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ഈ കുറ്റം ചുമത്തിയിട്ട് അവർ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു CBI അന്വേഷണമാണ് ശബരിമല ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ഇതാണ് ഇന്ന് പ്രധാനമായിട്ടും നടന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആളത്ര വെടിപ്പല്ല എന്നാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. എന്താ പ്രശ്നമെന്ന് ഞാൻ അതിന് മുമ്പ് അടൂർ പ്രകാശ് പറഞ്ഞു നിർത്തിയ ബൈറ്റുണ്ടല്ലോ UDF കൺവീനറിൻ്റെ, അതിലെ കൗതുകം ആലോചിക്കുകയായിരുന്നു. പിണറായി വിജയൻ്റെ പോലീസ് നടത്തിയാൽ ആ അന്വേഷണം ശരിയാവില്ല, പക്ഷേ അമിത്ഷായുടെ CBI അന്വേഷിച്ചു വേണം കണ്ടുപിടിക്കാൻ എന്നല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും ഇതിനകത്തുള്ളൊരു പ്രശ്നം ഇതിനകത്ത് UDF അത് ആവശ്യപ്പെടണം. കൂടുതൽ കടുത്ത പ്രക്ഷോഭത്തിലേക്കൊക്കെ കടക്കണം. അല്ലെങ്കിൽ UDF ഇതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശക്തമായ ഇടപെടൽ നടത്തണം. കാരണം എന്തായാലും കഴിഞ്ഞ 10 വർഷമായി UDF അല്ലല്ലോ അധികാരത്തിലുള്ളത്. സ്വാഭാവികമായും അധികാരത്തിലുള്ള പാർട്ടി, അധികാരത്തിലുള്ള ദേവസ്വം ബോർഡ്, അവരൊക്കെ തന്നെയാണ് അതിനകത്ത് ആത്യന്തികമായി ഉത്തരം പറയേണ്ട കക്ഷികൾ. അതുകൊണ്ട് തീർച്ചയായും ഒരു ശക്തമായ ഭാഷയിൽ തന്നെ പറയണം. ഞാനതിനകത്തുള്ള ഒരു കൗതുകം പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കാര്യം ഒപ്പിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അത് ബാംഗ്ലൂരിലെ ക്ഷേത്ര ഭാരവാഹികൾ, അയ്യപ്പ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇതൊക്കെ ഇവിടുന്ന് ഇളക്കി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടുവച്ച്, ഇവിടുന്ന് ചെന്നൈക്ക് പോകാൻ ബാംഗ്ലൂർ വഴിയല്ലല്ലോ വഴിയുള്ളത്. അപ്പോൾ ഇത് ബാംഗ്ലൂർ കൊണ്ടുവച്ചിട്ടൊരു പൂജയൊക്കെ നടത്തി ചെറിയൊരു പിരിവ് ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ ഭാരവാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇനിയിപ്പോൾ അതിലൊതുങ്ങുമോ അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ? അതായത് ഇത്തരത്തിലുള്ള ചെറിയ ചില ഇതൊക്കെ ശബരിമല അയ്യപ്പൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പാളിയാണല്ലോ. അത് ചെമ്പല്ല കരിങ്കല്ലായാലും
തീർച്ചയായും അത് പൂജയ്ക്ക് അർഹമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ നിലയ്ക്ക് അത് പൂജ ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും, ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് കരുതാം. അതിനപ്പുറത്ത് ബാക്കി കാര്യങ്ങൾ, അതായത് ഇതിൽ സ്വർണമായാലും ചെമ്പായാലും ഈയക്കട്ടയാണ് അതിനകത്തുനിന്ന് ഉരുക്കി ഒഴിവാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളൊക്കെ. അതാണെങ്കിൽ ആ കാര്യത്തിൽ അന്വേഷണത്തിൽ സ്ഥിരീകരണം വേണം. കാരണം അത് ഈയക്കട്ടയാണെങ്കിൽ പോലും അയ്യപ്പൻ്റെ അടുത്ത് ഇരുന്നതാണ്, വിശ്വാസികളെ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയാണ് അതങ്ങനെ നഷ്ടപ്പെട്ടത്, അതിൻ്റെ തൂക്കം കുറഞ്ഞത് എന്നത് തീർച്ചയായും അറിയേണ്ട സംഗതിയാണ്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് കൊണ്ടുപോയിട്ട് സ്വർണം പൂശാം എന്ന് ഇദ്ദേഹം തീരുമാനിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ഒരുപക്ഷേ ഈ 2019 ഇത് അഴിച്ചുകൊണ്ട് പോയപ്പോൾ അതിൻ്റെ സാധ്യത അദ്ദേഹം തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായുള്ള ആവശ്യപ്പെടലായിരിക്കാം. അതല്ലെങ്കിൽ അന്ന് 50 പവനടുത്ത് 49 പവൻ സ്വർണം പൂശിയ സംഗതി ഇത് 19-ൽ 49 പവൻ പൂശിയത് 21 ആകുമ്പോഴേക്ക് വീണ്ടും മങ്ങുമോ? എനിക്ക് അതിനകത്തൊരു ന്യായമായ സംശയമുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് തീർച്ചയായും ആ നിലയ്ക്ക് അത് മങ്ങുന്നതല്ല. അപ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങൾ അതിൽ ബാക്കി നിൽക്കുന്നുണ്ട്. സർക്കാർ കണ്ടെത്തേണ്ട ചില കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതിലെ നടപടിക്രമങ്ങളിൽ അന്തിമമായ വാക്ക് തന്ത്രിയുടേതാണ്. തന്ത്രി ആ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ദേവസ്വം മാനുവലിൽ എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ ഇത്തരം സംഗതികളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ? മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ പരിശോധിക്കുകയും ഇതിൻ്റെ തൂക്കമറിയുകയും ഒക്കെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ചെന്നൈയിൽ എത്തിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ തൂക്കം എഴുതുന്നത്. അതിനിടയ്ക്ക് 39 ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ചെന്നൈ വരെ പോകാൻ 39 ദിവസം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇത് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അതിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. പരിശോധിക്കേണ്ടതാണ്. ഇയാൾ അത്ര വെടുപ്പെല്ലാം തോന്നുമ്പോൾ പോലെ തന്നെ. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് ദേവസ്വം ബോർഡ് കാര്യങ്ങളെ കൊണ്ടുപോയോ എന്ന് അവർ പരിശോധിക്കട്ടെ. ഇപ്പോൾ അവരുടെ കുഴപ്പമായിരിക്കണമെന്നില്ല, എന്നാലും അവരെല്ലാവരും കൂടെ പരിശോധിക്കട്ടെ അത് സംവിധാനം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നോ ഇവിടെ നിന്ന് വന്നയാളെന്നോ ഇതുവരെ അധികമാർക്കും അറിയില്ലായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ഭരണ സംവിധാനങ്ങളെയും അതിസമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ ഇദ്ദേഹം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശബരിമലയിൽ 4 ആൾ അറിഞ്ഞിരുന്നത് ബംഗളൂരുവിലെ വ്യവസായി എന്നാണ്. വാക് സാമർത്ഥ്യത്തിൽ വീണ് ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളി തന്നെ അഴിച്ചു കൊടുത്തു വിട്ടു അധികൃതർ എന്നൊക്കെയാണ് മനസ്സിലാക്കുകയും ഉയരുകയും ചെയ്യുന്ന ആരോപണങ്ങൾ. ഉണ്ടായ വീഴ്ച പരസ്യമായി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിച്ചു കഴിഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ശബരിമല പോലെയുള്ള സ്ഥലത്ത് ആവർത്തിക്കപ്പെടരുത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റക്കാണോ തട്ടിപ്പ് നടത്തിയത് എന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും ദുരൂഹതയുടെ ചുരുൾ അഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിചാരിക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ വെളിവാകട്ടെ. കുറ്റക്കാർക്കെതിരെ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് ശബരിമല ഭക്തർക്കൊപ്പം RDX ആവശ്യപ്പെടുന്നു. ഇടവേളയിലേക്ക്.